സംസ്ഥാന സ്കൂൾ കായികമേള അലങ്കോലപ്പെട്ടതിൽ അന്വേഷണത്തിന് 3 അംഗ സമിതിയെ നിയോഗിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പ്. തിരുനാവായ നാവാമുകുന്ദ, കോതമംഗലം മാർ ബേസിൽ സ്കൂളുകളോട് വിശദീകരണം തേടാനാണ് തീരുമാനം. കായികമേള മാനുവൽ പരിഷ്കരണം പഠിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിക്കാനും മന്ത്രി വി ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. എം ജി പ്രദേശ് വിവരങ്ങൾ നൽകാനുണ്ട്. പ്രദേശ്, ഈ കായികമേള അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട ഏത് തരത്തിലുള്ള അന്വേഷണമാണ് നടക്കാൻ പോകുന്നത്? 3 അംഗ സമിതിയെ നിയോഗിച്ചിരിക്കുകയാണല്ലോ പൊതുവിദ്യാഭ്യാസ വകുപ്പ്. ഗോപികൃഷ്ണൻ, കൊച്ചിയിൽ നടന്ന സമാപന സമ്മേളനം അലങ്കോലപ്പെട്ട സംഭവം വളരെ ഗൗരവത്തോടു കൂടിയാണ് വിദ്യാഭ്യാസ വകുപ്പ് കാണുന്നത്. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇതിൽ വിശദമായ അന്വേഷണം നടത്താൻ 3 അംഗ സമിതിയെ ഇതിനോടകം തന്നെ വിദ്യാഭ്യാസ വകുപ്പ് നിയോഗിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ വിദ്യാഭ്യാസ മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ഇത്തരത്തിൽ തീരുമാനം എടുത്തിരിക്കുന്നത്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി, ഒപ്പം SCRT ഡയറക്ടർ, ഇതോടൊപ്പം തന്നെ ജോയിന്റ് സെക്രട്ടറി, ഇങ്ങനെ 3 പേരടങ്ങുന്ന സംഘമാണ് ഇതിൽ അലങ്കോലപ്പെട്ട സംഭവം അന്വേഷിക്കുന്നത്. 2 ആഴ്ചക്കകം ഈ സമിതി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നതാണ് നിലവിൽ വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ ഈ അലങ്കോലമായ ദിവസം ഈ പ്രതിഷേധിച്ച തിരുനാവായ നാവാമുകുന്ദ, ഒപ്പം കോതമംഗലം മാർ ബേസിൽ എന്നീ സ്കൂളുകളോട് വിശദീകരണം തേടാനും വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം അന്ന് ഉണ്ടായത് ഈ സ്പോർട്സ് സ്കൂളുകളും ജനറൽ സ്കൂളുകളും ഒരുമിച്ച് മത്സരിക്കുന്നതിന്റെ ചില പ്രശ്നങ്ങളാണ്. ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ ഉയർന്ന സാഹചര്യത്തിൽ ഇക്കാര്യം പഠിക്കാൻ വേണ്ടി ഒരു പ്രത്യേക വിദഗ്ധ സമിതിയെ കൂടി നിയോഗിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇനി ഭാവിയിൽ കായികമേളകൾ നടക്കുമ്പോൾ ഈ മാനുവൽ പരിഷ്കരിക്കണമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ സമിതിയുടെ റിപ്പോർട്ട് കൂടി പരിശോധിച്ച തീരുമാനമെടുക്കും. എന്തായാലും ഈ ബോധപൂർവം ഈ കായികമേള അലങ്കോലപ്പെടുത്താനുള്ള ഒരു ശ്രമം ഉണ്ടായി എന്നതാണ് വിദ്യാഭ്യാസ വകുപ്പ് പ്രാഥമികമായി തന്നെ പറയുന്ന കാര്യം. അതിൽ കൃത്യമായൊരു അന്വേഷണം നടത്താൻ കൂടിയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഗോപികൃഷ്ണൻ. ശരി, എം ജി പ്രതീഷ് ആണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.